അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നു തൈമിയയുടെ കെ.എം. മൗലവിയുടെ ആധുനിക പതിപ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അയാളുടെ തെറ്റായ ആശയങ്ങളെക്കുറിച്ച്, വികലമായ ആദർശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരം പിഴച്ച ആശയങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റും ന്യായീകരിക്കാൻ പെയിന്റും ബ്രഷുമായിട്ട് നടക്കുന്ന ചില വൈറ്റ് വാഷ് മൗലവിമാരെ കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഇത്തരം വികലമായ വാദങ്ങളെ ന്യായീകരിക്കാൻ അയാൾക്ക് മതിയായ ചാവേറുകളെ ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ അയാളുടെ ഇത്തരം തെറ്റായ ആശയങ്ങളെ വെള്ളപൂശാൻ മതിയായ തൊഴിലാളികളെ ലഭിക്കുന്നില്ല എന്നൊരു വിമർശനം, ഒരു പരാതി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണത്? ഇത് നമ്മുടെ ഇബ്ലീസ് മൗലവിയാണ്. അയാൾ ഏതായാലും കളർ കുപ്പായൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ വേഷം കെട്ടലൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നത് അയാൾ ഇന്ന് വെളുപ്പിച്ച് പേരോടിനെ ഒരു സൈഡാക്കും എന്നുള്ളതാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം അയാൾക്ക് എന്താ പറയാനുള്ളത്. ഇബിലീസ് ത്വരീഖത്തിന്റെ ചാവേറായിട്ട് ഒരു പാൽക്കുപ്പി പയ്യൻ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദ്യം ചെയ്യുന്നത് ആരെയാ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയൊക്കെയാണ്. സംഗതി വലിയ കോമഡിയാണ്. പാൽക്കുപ്പി ചുണ്ടിൽ നിന്ന് മാറ്റാൻ പ്രായമാകാത്ത ചെക്കനൊക്കെ എന്തോ കൊമ്പത്തെത്തി എന്ന് വിചാരിച്ചിട്ട് പേരോട് ഉസ്താദിനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇബ്ലീസ് മൗലവി, താങ്കൾ ഇപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില പെയിന്റ് പണിക്കാരുണ്ട്. അവര് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വരും. എന്നിട്ട് തെക്ക് വടക്ക് നടന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായന്റെ നേരമാകുമ്പോൾ ചായയൊക്കെ കുടിച്ച്, ചോറിന്റെ നേരമാകുമ്പോൾ ചോറൊക്കെ തിന്ന് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ക്യാഷും വാങ്ങി പോകുന്ന ചില തൊഴിലാളികളുണ്ട്. അവരുടെ അതേ പണിയാ താങ്കളും ചെയ്യുന്നത്. നിങ്ങൾ പേരോടിനെ കുറിച്ച് സംസാരിക്കൂ. പേരോടിന്റെ വികലമായ ആശയങ്ങളെ കുറിച്ച്, നിഴൽവാദത്തെ കുറിച്ച്, അതല്ലെങ്കിൽ ഹബീബായ തങ്ങളെ കുറിച്ച്, കുഴഞ്ഞു കിടക്കുന്ന വാപ്പയാണെന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുകയും. അതല്ല ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ നമ്മൾ പാക്കറ്റ് പാലാണോ അതല്ല ഇനി ബോട്ടിലിൽ വരുന്ന പാലാണോ കുടിക്കല് എന്നൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടിലൊന്നും ഈ ചായക്കും കോഫിക്കൊന്നും ആളുകൾ ബോട്ടിലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലുകളൊന്നും ഉപയോഗിക്കാറില്ലേ? ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് ചെറിയ പ്രായമാണ്, പാലുകൂടി മാറാത്ത പ്രായമാണെന്നൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോ ഏകദേശം ഒരു 10-25ഓളം വയസ്സായി. അൽമറു യഖീസു അലാ നഫ്സിഹി എന്നാണല്ലോ. ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളെ വെച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ തുലനം ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ 25-ാം വയസ്സിലും പാല് കുടിച്ച് നടക്കലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ പാലുകൂടി നിർത്തിയത്? ഇനി അതല്ല എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില കുറവുകൾ, പക്വതക്കുറവ്, അന്തല്ലായ്മ, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടത്, ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് പേരോടുത്താദിനെ കുറിച്ചാണെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പേരോടുത്താദിനെ കുറിച്ചാണെന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്കാണ് ഇബ്ലീസ് മൗലവി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പേരോട് ഉത്താദാകുന്നത് നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് അയാൾ വെറും നിഴൽവാദിയാണ്. ആദർശപരമായി ഒന്നിനും കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് പേരോട് മൗലവി. ഇബ്നു തൈമിയയെ പോലെ, കെ.എം. മൗലവിയെ പോലെയേ ഉള്ളൂ. അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ എങ്ങനെയാ വളർത്തുന്നത്? ചെറുപ്പം മുതൽ തന്നെ കെ.എം. മൗലവിയെ കുറിച്ചും അതുപോലെ ഇബ്നു തൈമിയയെ കുറിച്ചും അവരുടെ തെറ്റായ നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചെന്നല്ലേ നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നിങ്ങളുടെ എല്ലാ അസ്ലും ഫസ്ലും ചെന്നെത്തുന്ന സ്ഥലമാണല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പേര് കേട്ടാൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ വരെ ചൊല്ലുമല്ലോ ലാനത്തുല്ലാഹി അലൈഹിന്ന്. ആ ഇബ്ലീസിനേക്കാൾ വലിയ പ്രായമൊന്നും നിങ്ങൾ ഈ പറയുന്ന പേരോടുത്താതിനില്ലല്ലോ. അതുറപ്പാണല്ലോ. അതൊക്കെ ആ നിലക്ക് എടുത്താൽ മതി. ഈ നാട്ടിൽ നടക്കുന്ന സകലമാന വിഷയങ്ങളിലും ഇടപെട്ട് നാട്ടുകാരെ മുഴുവനും മാനവികതയും മനുഷ്യത്വവും അതുപോലെ തന്നെ സംസ്കാരവും പഠിപ്പിക്കുന്ന ആളാണല്ലോ നിങ്ങൾ. ആ നിങ്ങൾക്ക് പോലും ആശയപരമായ, ആദർശപരമായ ഒരു വിമർശനത്തോട് പ്രതികരിക്കേണ്ടി വരുമ്പോ മറുഭാഗത്ത് വരുന്ന ആളുടെ പ്രായവും അതല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും രോമങ്ങളുടെ അളവൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നിങ്ങൾ പേരോടിന്റെ അടുക്കള പണിക്കാരനായതുകൊണ്ടാ. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് വരി. ഇവിടെ ആശയമാണ്, ആദർശമാണ് പ്രധാനം. ഇവിടെ അത് മാത്രമേ ഉള്ളൂ വിഷയം. ഇവിടെ ഇബ്ലീസ് മുതൽ ഇബ്നു തൈമിയയും ഇബ്നു അബ്ദുൽ വഹാബും കെ.എം. മൗലവിയും പേരോട് മൗലവിയും ഉൾപ്പെടെയുള്ള ആളുകളെ അയാളുടെ ചാവേറുകളായി സോഷ്യൽ മീഡിയയിൽ വരുന്ന നരിന്തികളെ വരെ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടും. ആശയപരമായി, ആദർശപരമായി മാത്രം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കാത്തത് നിങ്ങളെ കയ്യിൽ ആദർശമില്ലാത്തതുകൊണ്ടാണ്, ആശയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അതാണ് നിങ്ങളെ വിഷയം എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാല്ല. നിങ്ങൾ ക്ഷമിക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല.
ഇനി ഈ പറയുന്ന കാരണവർക്ക് എന്താ പറയാനുള്ളത്, അതും കൂടി ഒന്ന് കേൾക്കട്ടെ. അയാൾക്ക് വേണ്ടി കടന്നു വരുന്നത് അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. പിന്നെ അവരെയും കാണാതാവുകയാണ്. ആ, ഇതും പ്രശ്നമാണോ? അതും കാര്യാക്കണ്ട. ഈ കുരുത്തം പൊരുത്തം ഉസ്താദുമാരുടെ തൃപ്തി എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. തൃപ്തിയുള്ള ശിഷ്യന്മാർക്ക് ഉസ്താദുമാരെ പറഞ്ഞ പൊള്ളും. സ്വാഭാവികമായും മതി കാരണം അത്ര മതി. ഉസ്താദുമാരെ തൃപ്തിയും അതുപോലെ പൊരുത്തത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കേണ്ട ഗതികേട് ഏതായാലും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഈ പറയുന്ന ഉസ്താദുമാരുണ്ടല്ലോ, അവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഉസ്താദുമാരോട് എങ്ങനെയായിരുന്നു നിന്നിരുന്നത് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 989കളിൽ ഷംസുൽ ഉലമയെ പോലെയുള്ള പണ്ഡിത മഹത്തുക്കളെ കുറിച്ച് തോന്നിവാസം പറഞ്ഞ് നടന്ന ആളുകളല്ലേ നിങ്ങൾ ഈ പറയുന്ന ഉസ്താദുമാര്. അതുകൊണ്ട് അതൊന്നും വല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അടുത്ത് പറയും. ഇയാളുടെ ചാവറുകളായി രംഗത്ത് വന്നിരുന്നത് നമുക്കൊക്കെ അറിയാം. ഇയാളുടെ സംഘടനയുമായി അതിനോട് അനുഭാവം പുലർത്തുമ്പോൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുമായോ സംഘടനകളുമായോ ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇയാളുടെ ചാവേറുകളായി രംഗത്ത് വന്നിരുന്നത്. അതെയോ? ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാത്ത, സംഘടനകളുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും പേരോട് ഉസ്താദിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? എന്റെ പൊട്ടൻ ചെക്ക, അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ അത് ആ പേരോട് ഉസ്താദ് പറയുന്നത് ഹക്കാണ് എന്ന്? വല്ലാതെ ചിന്തിച്ച് കാടുകയറണ്ട. ആരാണിന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് വേണ്ടി സംസാരിക്കുന്നത്, അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊണ്ടെടുക്കുന്നത്? അതൊന്ന് കണ്ടോക്കി നിങ്ങള്. പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടിക്കടുത്താണ് പേരോട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വഹാബികളും മുജാഹിദുകളും ജമാഅത്തുകാരും ഇതെല്ലാം കൂടി ആയിട്ടുള്ള ചില ആളുകളും പിന്നെ പേരോടിന്റെ കുറച്ച് ചാവേറുകളും ഈ പറയുന്ന സാമ്പാർ മുന്നണി അവരെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഇവര് പറയുന്നതൊക്കെ വലിയ മദ്ഹാന്നും വിചാരിച്ച് അതിൽ വലിയ ആസ്വദിച്ചിരിക്കുക സാധു. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആരെയാ കൺവിൻസ് ചെയ്യേണ്ടത്? നിങ്ങളൊരു സുപ്രീം ലീഡർ ഉണ്ടല്ലോ, കാന്തപുരം ഉസ്താദ്. ആ കാന്തപുരം ഉസ്താദിനെയല്ലേ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ആദ്യം കൺവിൻസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ തന്നെ പറയുന്ന നിഴൽ വിഷയം, അതിൽ കാന്തപുരം ഉസ്താദിന്റെ നിലപാടെന്താ? അതൊന്ന് കേൾക്ക്. വിളക്ക്, ആ വിളക്ക് പോലെ അല്ലാഹുവിന്റെ റസൂല് അതാ കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നു. അപ്പൊ കാന്തപുരം ഉസ്താദിനെ പോലും നിങ്ങൾ പറയുന്ന ആശയം അത് കൺവിൻസ് ചെയ്യാൻ കഴിയാതെ ഈ പറയുന്ന സാമ്പാർ മുന്നണിയുടെ മൗലൂദും കേട്ട് സുഖിച്ചിരിക്കുക സാധു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ ഈ വിഷയത്തിലേക്ക് വാ. ഇവിടെ പേരോട് ഉസ്താദ് തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നിഴൽ എന്ന് പറഞ്ഞ ആ സംഭവം അത് സാധാരണ നമ്മൾക്കൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വെളിച്ചത്ത് വരുന്ന നിഴലാണോ എന്നൊക്കെ ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടടാ. അതോടുകൂടി ഇവിടെ സുന്നികളുടെ സംശയമൊക്കെ തീർന്നതാണ്. ഇനി കാണാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതേതാണെന്ന് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ നിഴൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഉസ്താദ് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണാടി നോക്കാറില്ലേ? അവിടുന്ന് തലപ്പാവ് മുമ്പിലുള്ള വെള്ളപ്പാത്രത്തിൽ നോക്കി തലപ്പാവ് ശരിയാക്കിയപ്പോൾ ആയിഷ ബീവി ചോദിച്ച സംഭവങ്ങളൊക്കെ ഹദീസിലുണ്ട്. ഇതൊക്കെ നീ വല്ലതും കണ്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ ഒരു പ്രതിബിംബം കാണില്ലേ, അതിനെ നിഴലും എന്ന് പറയും. ഇബ്ലീസ് മൗലവി, നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ മഹാ കഷ്ടാണ് കേട്ടോ. ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, മഹത്തുക്കളായ മശായിഖന്മാരുടെ ഖൗൽ അറിയില്ല, അഇമ്മത്തിന്റെ കിതാബ് അറിയില്ല. അതൊക്കെ നമ്മുടെ ഉസ്താദ്മാര് പറഞ്ഞു തന്നിട്ട് വേണം. ഇനി സ്വന്തം നേതാക്കളുടെ പ്രസംഗം അവരെന്ത് പറഞ്ഞു എന്നുള്ളതും നമ്മൾ വിശദീകരിച്ചു തന്നിട്ട് വേണം. എന്തൊരു അധോഗതിയാണിത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ മറ്റൊരു പ്രസംഗം തേടി പോകേണ്ട ആവശ്യമില്ല. കൂടുതൽ അന്വേഷിച്ച് എങ്ങോട്ടും പോണ്ട. നാദാപുരം പ്രസംഗം, അയാൾ ഈ വിഷയത്തിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗം അതിലെല്ലാം ഉണ്ട്. ആ നാദാപുരം പ്രസംഗം അത് നമ്മൾ വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു നമ്മുടെ കഴിഞ്ഞ സംസാരത്തിൽ. എന്നിട്ടും മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്നുകൂടി കേൾപ്പിച്ചരാം. അങ്ങനെ ഉണ്ടാവില്ല ചില കുട്ടികൾ.
നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും ചില കുട്ടികൾക്ക് എത്ര പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്താലും മനസ്സിലാവില്ല. അവർക്ക് പിന്നെയും പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അതിലൊന്നും നമുക്കൊരു തടസ്സമൊന്നുമില്ല. ഒന്നുകൂടി ഒന്ന് കേൾക്കി. അങ്ങനെ നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നബിയുടെ നിഴൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ ആ സൈനബ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. ഫഖാലത്, ആ നിഴലാണ് ആദ്യം കണ്ടത്. നിഴൽ കണ്ടപ്പോൾ മഹദി പറഞ്ഞു, ഇന്ന ഹാദാ ലദില്ലു റജുലിൻ, ഇതൊരാണിന്റെ നിഴലാണല്ലോ. വമാ യദ്ഖുലു അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുക്കൽ കയറി വരേണ്ട പുരുഷൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുക്കൽ വരൂലല്ലോ, എന്നോട് പിണങ്ങിയിട്ടുണ്ടല്ലോ. ഈ കയറി വരുന്ന നിഴല് കണ്ടു നോക്കുമ്പോ ഒരു നീളക്കുപ്പായവും തലയെക്കെട്ടൊക്കെ ഉള്ള നിഴലാവുമ്പോ അത് പുരുഷന്റേതാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ കയറി വരുന്ന നിഴൽ പുരുഷന്റേതാണല്ലോ. ഇതാരുടെ നിഴലായിരിക്കും പഠിച്ചവനെ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ റൂമിലേക്ക് കയറി. അപ്പൊ നിങ്ങളുടെ ഈ ആശാനുണ്ടല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പേരോട് ഉസ്താദ്, അയാൾ ഈ ഉരുട്ടി ഉരുട്ടി പറഞ്ഞു വരുന്നപ്പോ എന്താ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ സൈനബ ബീവി കണ്ടു എന്നാണ് അയാൾ പറയുന്നത്. ഇത് മാത്രല്ല, ഒരു ചോദ്യോത്തരം കൂടി ഉണ്ടല്ലോ, അതും കൂടി കേൾപ്പിച്ചത് എങ്ങോട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. അപ്പൊ ഈ ചോദ്യകർത്താവിന്റെ ചോദ്യം പേരോടിന് പോലും മനസ്സിലായി. ഇത് പിന്നെ ഇപ്പൊ അതിന്റെയും താഴെയാണല്ലോ അല്ലെ. പേരോട് തന്നെ കൃത്യമാക്കുന്നുണ്ട് ആ ചോദ്യം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കാണാറില്ല, കണ്ടിട്ടില്ല എന്ന് നമ്മൾ സാധാരണയായി പറയാറുണ്ട്. ചോദ്യകർത്താവ് പേരോടിനോട് ചോദിക്കാണ്, നിങ്ങളിപ്പോൾ പറയുന്നു ഹബീബായ തങ്ങളുടെ നിഴൽ സൈനബ ബീവി കണ്ടു, ഇത് തമ്മിൽ എതിരാകൂലേ എന്നാണ് പേരോട് ആ ചോദ്യം ഇങ്ങനെ കൃത്യത വരുത്താണ്. ഈ ചോദ്യത്തിന് പേരോട് എന്തായിരുന്നു മറുപടി കൊടുക്കേണ്ടിയിരുന്നത്? പേരോടിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിച്ചത്തിന് മറുപുറത്ത് കാണുന്ന നിഴൽ ഉണ്ടായിരുന്നില്ല എന്ന ആശയമാണ് പറയേണ്ടത് എങ്കിൽ അയാൾ എന്ത് മറുപടി കൊടുക്കണം? അയാൾ പറയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിച്ചത്തിന് മറുപുറത്ത് കാണുന്ന ഇരുട്ടാകുന്ന നിഴൽ അത് ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ ഹദീസിൽ പ്രതിപാദിക്കപ്പെട്ടത് മറ്റൊരു വിഷയമാണ്. ആ ചോദ്യകർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കണം. പേരോട് എന്താ ചെയ്തത്? ഇബ്ലീസ് മൗലവി പേരോട് കൊടുത്ത മറുപടി കൂടി നിങ്ങളൊന്ന് കേൾക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. പേരോട് വളരെ കൃത്യമായി പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിച്ചത്തിന് മറുപുറത്ത് കാണുന്ന ഇരുട്ടാകുന്ന നിഴൽ ഹബീബായ തങ്ങൾക്ക് കാണാറില്ല എന്ന് പറയുന്നത് അത് എപ്പോഴും കാണാറില്ല എന്നല്ല അതിന്റെ അർത്ഥം. ചിലപ്പോൾ കണ്ടിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കണ്ടിരുന്നു എന്ന് അയാൾ പറഞ്ഞത് ഇതേ നിഴൽ ചിലപ്പോൾ കണ്ടിരുന്നു എന്നുള്ള രൂപത്തിൽ അയാൾ വിശദീകരിച്ചു വെക്കുന്നത്. ഇതിന് നിങ്ങൾ എന്ത് ന്യായീകരണം നടത്താൻ പോകുന്നത്? എന്നിട്ട് അപ്പുറത്ത് എവിടെ പോയിട്ട് കണ്ണാടിയെ കുറിച്ച് പറഞ്ഞതൊക്കെ എടുത്തുകൊണ്ടുവരികയാണ്. ഇബ്ലീസ് മൗലവി, ഞങ്ങൾ വർഷങ്ങളായി പേരോടിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ മറുപടി പറയും. സൈനബ ബീവി കണ്ടത് ഏത് നിഴലാ? കണ്ണാടിയിൽ കാണുന്നതാണോ? സൈനബ ബീവിയുടെ വീട് എന്താ, ചില്ലോട്ടാരായിരുന്നു? എന്ത് മണ്ടത്തരം പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട മൗലവി. അതുപോലെ തന്നെ മറ്റെവിടെയൊക്കെയോ പോയിട്ട് ഹബീബായ തങ്ങൾക്ക് നിഴൽ കണ്ടിരുന്നില്ല എന്ന് പറയുന്ന ചില ഭാഗങ്ങളൊക്കെ ഈ ഇബ്ലീസ് മൗലവി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇബ്ലീസ് മൗലവി അതിന്റെ അർത്ഥം പേരോട് വിശദീകരിച്ചു കഴിഞ്ഞു. നിഴൽ കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ
എപ്പോഴും കണ്ടിരുന്നില്ല എന്നല്ല, ചിലപ്പോഴൊക്കെ കണ്ടിരുന്നു എന്ന് പേരോട് വിശദീകരിച്ചു കഴിഞ്ഞു. നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. ഇത്രയും വിശദമായി പറഞ്ഞതിന് ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ. അതുകൊണ്ട് ഇത്തരം ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ നിർത്തുക. നിങ്ങൾ പറയുന്ന ആ പേരോട് ഉസ്താദിനോട് ചെന്ന് പറയാ, ഉസ്താദേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് വെളുക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് തിരുത്തലാണ് നല്ലത്. എന്നിട്ട് അയാൾ തിരുത്തുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോവാ. ഇത് നമ്മൾ പറയുമ്പോ ഇനി നിനക്ക് പ്രായമായിട്ടില്ല എന്നൊന്നും പറയണ്ട, ഒരു ഗുണകാംക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇനി അതല്ല, ഈ പറയുന്ന പേരോടിന്റെ അടുക്കളപ്പണി തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ മറുപടി പറഞ്ഞാൽ പിന്നെ ഇപ്പം ഇതൊക്കെയാണല്ലോ. നമ്മളെ ചെറിയൊരു സമയത്തിലുള്ള പരിചയം വെച്ചിട്ട് തന്നെ ഇവര് നമുക്ക് മറുപടി പറയുന്ന പോലെ എങ്ങനെ? ഇവര് ആരോപണം പറയാണ്, വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല. അവസാനമായിട്ട് ഇബ്ലീസ് മൗലവി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, അഹ്സനി ഉസ്താദിന്റെ ടേബിളിൽ അത് നിങ്ങളൊന്നും ഒരു അധികപ്പറ്റാണ്. അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അവിടെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ വലിയ വലിയ ലീഡർമാരെയാണ്. പേരോട് മൗലവിയെ പോലെ, പൊന്മള മൗലവിയെ പോലെയുള്ള ആളുകളെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതേ സമയത്ത് നിങ്ങൾ കിതാബ് എടുത്ത് വരൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.